എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹാപ്പി ടു ഹെൽപ്പിലേക്ക് സ്വാഗതം. ഞാൻ പീറ്റർ. നമുക്കിന്ന് ഒരു കഥ ഡിസ്കസ് ചെയ്യാം. എനിക്ക് തോന്നുന്ന ഈ കഥ എല്ലാവരും വളരെ ഫെമിലിയർ ആയിട്ടുള്ള കഥയാണ്, എല്ലാവരും കേട്ട് പരിചയമുള്ള കഥയാണ്. നമ്മുടെ വ്യക്തി ജീവിതമായിട്ടും നമ്മുടെ പ്രൊഫഷണൽ ലൈഫുമായിട്ടും വളരെ ചേർന്ന് നിൽക്കുന്ന വളരെ മനോഹരമായൊരു കഥയാണ്. ഒരിടത്തൊരു രാജാവ് ഉണ്ടായിരുന്നു. ആ രാജാവിന് 4 ഭാര്യമാരുണ്ടായിരുന്നത്. രാജാവ് വളരെ നല്ലൊരു ഭരണകർത്താവായിരുന്നു. വളരെ മനോഹരമായ രാജാവ് രാജാവിൻ്റെ രാജ്യം ഭരിച്ചു, പ്രജകളെ സേവിച്ചു. രാജാവിൻ്റെ ഭരണത്തിലെ പ്രജകളും എല്ലാവരും വളരെ സന്തുഷ്ടരായിരുന്നു. എനിക്ക് രാജാവിന് പ്രായമായി. രാജാവ് മരണക്കിടയ്ക്ക് രോഗശയ്യയിലായി. ഡോക്ടേഴ്സ് വിധി എഴുതി അധികം താമസിക്കത്തില്ല, എത്രയും പെട്ടെന്ന് രാജാവ് മരിച്ചു പോകും, നാട് നീങ്ങും. അപ്പോൾ ഈ അവസാന കാലമായപ്പോൾ രാജാവിന് ഒരു ടെൻഷൻ, ഒരു പേടി. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മരിച്ച് സ്വർഗത്തിൽ രാജാവിന് ഉറപ്പാണ് രാജാവ് സ്വർഗത്തിൽ പോകുന്നു. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ നീതിമാനാണ്. അപ്പോൾ എന്തായാലും രാജാവ് സ്വർഗത്തിൽ പോകും. സ്വർഗത്തിൽ പോയാൽ രാജാവിനെ പരിചരിക്കാൻ ആരാണുള്ളത്? അല്ലെങ്കിൽ അവിടെ രാജാവിന് പരിചയക്കാരുണ്ടാകുമോ? രാജാവ് ഇവിടെ വളരെ പ്രൗഢിയോടുകൂടി ജീവിച്ച മനുഷ്യനാണ്. അപ്പോൾ രാജാവിൻ്റെ ഒരു ആഗ്രഹം, പരിചയത്തിലുള്ള ആരെങ്കിലും ഒരാളെ കൂടെ കൊണ്ടുപോകുകയാണെങ്കിൽ വളരെ നന്നായിരിക്കും. അങ്ങനെ രാജാവ് തീരുമാനിച്ചു, ഇതെനിക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ഒരാളെയും കൂടെ സ്വർഗത്തിലേക്ക് പോകുമ്പോൾ രാജാവ് കൊണ്ടുപോകാൻ തീരുമാനിച്ചു. അപ്പോൾ രാജാവ് ചൂസ് ചെയ്തത് രാജാവിൻ്റെ 4ാമത്തെ ഭാര്യേനെയാണ്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് വളരെ സുന്ദരിയാണ്, വളരെ ചെറുപ്രായമാണ്. മാത്രമല്ല രാജാവ് ഏറ്റവും കൂടുതൽ സമയം സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നത് രാജാവിൻ്റെ 4ാമത്തെ ഭാര്യയ്ക്ക് വേണ്ടിയിട്ടാണ്. അപ്പം അങ്ങനെ രാജാവ് 4ാമത്തെ ഭാര്യേനെ വിളിച്ചു, തൻ്റെ ആഗ്രഹം പറഞ്ഞു. ഞാനിങ്ങനെ മരിച്ച് സ്വർഗത്തിലേക്ക് പോകുമ്പോൾ നീയും കൂടെ എൻ്റെ കൂടെ വരണം. എനിക്കറിയാം നിനക്കൊരു സന്തോഷമുള്ള കാര്യമായിരിക്കും. പക്ഷേ രാജാവിൻ്റെ പ്രതീക്ഷകൾക്കെല്ലാം വിപരീതമായിട്ട് 4ാമത്തെ ഭാര്യ പറഞ്ഞത്, എനിക്ക് വളരെ ബുദ്ധിമുട്ടാണ്, ഞാൻ അങ്ങ് മരിക്കുന്നവരെ അങ്ങയുടെ കൂടെ ഉണ്ടായിരിക്കും. അങ്ങയുടെ മരണത്തിന് ശേഷം അങ്ങയെ പിന്തുടരുക എന്നുള്ളത്, അല്ലെങ്കിൽ അങ്ങയുടെ കൂടെ വരിക എന്നുള്ളത് എനിക്ക് അസാധ്യമായ കാര്യമാണ്. രാജാവിന് ഭയങ്കര സങ്കടമായി. രാജാവ് എന്നാലും ഓർത്തു, എന്നാൽ ശരി, ഞാൻ എൻ്റെ 3ാമത്തെ ഭാര്യേനെ കൊണ്ടുപോകാം. എനിക്ക് ഉറപ്പാണ് എൻ്റെ 3ാമത്തെ ഭാര്യ എന്തായാലും എൻ്റെ കൂടെ വരും. കാരണം എന്ന് വെച്ചാൽ ഞാൻ ഏറ്റവും കൂടുതൽ സമയം സ്പെൻഡ് ചെയ്തത് 3ാമത്തെ ഭാര്യയ്ക്ക് വേണ്ടി ഒത്തിരി സ്പെൻഡ് ചെയ്തിട്ടുണ്ട്. എൻ്റെ എല്ലാ ആരോഗ്യവും, എൻ്റെ എല്ലാ ബുദ്ധിയും, എല്ലാ കാര്യങ്ങളും, ഞാൻ എന്ത് കാര്യം ചെയ്യുന്നുണ്ടെങ്കിലും എൻ്റെ 3ാമത്തെ ഭാര്യേനെ മുൻപിൽ കണ്ടുകൊണ്ടാണ് ഞാൻ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് എന്തായാലും എൻ്റെ 3ാമത്തെ ഭാര്യ എൻ്റെ മാത്രമാണ്. അപ്പോൾ എന്തായാലും എൻ്റെ 3ാമത്തെ ഭാര്യ എൻ്റെ കൂടെ വരും. അങ്ങനെ രാജാവ് 3ാമത്തെ ഭാര്യയോട് തൻ്റെ ആഗ്രഹം പറഞ്ഞു. 3ാമത്തെ ഭാര്യ പറഞ്ഞു, വളരെ ബുദ്ധിമുട്ടാണ്, ഞാൻ അങ്ങയുടെ കൂടെ വരില്ല എന്ന് മാത്രമല്ല, അങ്ങയുടെ മരണശേഷം ഞാൻ വേറെ ആരെങ്കിലും കല്യാണം കഴിക്കും. രാജാവ് പ്രതീക്ഷിച്ചതിലും നേരെ വിപരീതമായൊരു ആൻസർ ആയിരുന്നത്. എൻ്റെ കൂടെ വരില്ല എന്ന് മാത്രമല്ല, എൻ്റെ മരണശേഷം ഞാൻ എൻ്റെ സ്വന്തമായി കണ്ടത് വേറൊരാളുടേതാകാൻ പോകുന്നു. രാജാവിന് വളരെ സങ്കടം തോന്നി. രാജാവ് ഉറപ്പിച്ചു, എന്തായാലും ശരി, ഞാൻ എൻ്റെ 2ാമത്തെ ഭാര്യേനെ കൂടെ കൊണ്ടുപോകാം. അവളെന്തായാലും ആദ്യത്തെ ഭാര്യ, 4ാമത്തെ ഭാര്യയെ പോലെയോ 3ാമത്തെ ഭാര്യയെ പോലെ ഒരു ഒബ്ജക്ഷൻ പറയത്തില്ല. 3ാമത്തെ ഭാര്യ എന്തായാലും എൻ്റെ കൂടെ വരും, ഉറപ്പാണ്. അങ്ങനെ രാജാവ് തൻ്റെ ആഗ്രഹം 3ാമത്തെ ഭാര്യയോട് പറഞ്ഞു. അപ്പം രാജാവ് ഓർത്തത് ഇതാണ്, ഞാൻ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ മറ്റുള്ളവരുമായിട്ട് വഴക്കുണ്ടാക്കിയിട്ടുള്ളത് എൻ്റെ 3ാമത്തെ ഭാര്യയ്ക്ക് വേണ്ടിയിട്ടാണ്. ഞാൻ എൻ്റെ കാഴ്ചയിൽ എൻ്റെ 3ാമത്തെ ഭാര്യ ചെയ്യുന്നതെല്ലാം ശരിയും അവൾക്ക് വിപരീതമായിട്ട് വേറെ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരെല്ലാം തെറ്റുകാരുമായിരുന്നു. ഞാൻ എന്നും അവളെ പ്രൊട്ടക്റ്റ് ചെയ്തിട്ടേ ഉള്ളൂ. അവൾക്ക് വേണ്ടി ഞാൻ സപ്പോർട്ട് ചെയ്തിരിക്കുന്നത്, അവളുടെ ഭാഗം കേൾക്കാനാണ് ഞാൻ ഏറ്റവും കൂടുതൽ ശ്രമിച്ചിരിക്കുന്നത്. അതിനുവേണ്ടി ഞാൻ ഒത്തിരി മറ്റുള്ളവരുമായിട്ടും വേണ്ടപ്പെട്ടവരായിട്ടും അല്ലാത്തവരുമായിട്ടും ഞാൻ ഒത്തിരി വഴക്കുണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും 3ാമത്തെ ഭാര്യയ്ക്ക് എന്നെ ഉപേക്ഷിക്കുക എന്നുള്ളത് പറ്റത്തില്ല, അവൾ എൻ്റെ കൂടെ വരും. അങ്ങനെ തൻ്റെ ആഗ്രഹം പറഞ്ഞു. 3ാമത്തെ ഭാര്യ പറഞ്ഞു, ക്ഷമിക്കണം പ്രഭു, അങ്ങ് മരിച്ച് അങ്ങയുടെ ഖബറടക്കം കഴിയുന്നവരെ ഞാൻ അങ്ങയുടെ കൂടെ ഉണ്ടായിരിക്കും. അതിനുശേഷം എനിക്ക് അങ്ങയെ പിന്തുടരുക എന്നുള്ളത് അസാധ്യമായ കാര്യമാണ്, ഞാൻ വരില്ല. രാജാവിനത് പ്രതീക്ഷിക്കുന്നതിനും അപ്പുറത്തായിരുന്നു. രാജാവിന് ആകെ പ്രതീക്ഷ ഉണ്ടായിരുന്ന ഈ 3 ഭാര്യമാർ മാത്രമാണ്. കാരണം എന്ന് വെച്ചാൽ ആദ്യത്തെ ഭാര്യ എന്ന് വെച്ചാൽ രാജാവിൻ്റെ ആദ്യത്തെ ഭാര്യയെ രാജാവ് ഒരിക്കൽ പോലും ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇന്ന് രാജാവിന് ആദ്യത്തെ ഭാര്യ ഒത്തിരി പ്രായമായി, ഏകദേശം രാജാവിൻ്റെ അതേ ഏജാണ്. അപ്പം ഒത്തിരി പ്രായമായതാണ്, പ്രായത്തിൻ്റെതായ എല്ലാ അസ്വസ്ഥതകളും ഉണ്ട്. ഒരിക്കൽ പോലും രാജാവ് അവരെ തിരിഞ്ഞു നോക്കിയിട്ടില്ല. അപ്പം എന്തായാലും അവളെ എൻ്റെ കൂടെ വിളിക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു ന്യായമല്ല, അവൾ വരത്തില്ല, അതെനിക്ക് ഉറപ്പാണ്. രാജാവ് അങ്ങനെ സങ്കല്പിച്ച് രാജാവ് ആകെ വിഷ്ണനായിട്ടിരിക്കുകയാണ്. ഞാൻ തനിച്ചു പോകേണ്ട വരുമല്ലോ എന്ന് ഓർത്തിരിക്കുമ്പോൾ ആരോ വന്ന് രാജാവിൻ്റെ അടുത്തിരിക്കുന്നു. രാജാവ് പ്രതീക്ഷയോടെ കണ്ണ് തുറന്ന് നോക്കുമ്പോൾ തൻ്റെ ആദ്യത്തെ ഭാര്യയുടെ ചിലപ്പോൾ കണ്ണീരൊഴുകണ്ടായിരിക്കും. രാജാവിനോട് പറയുകയാണ്, അങ്ങയുടെ കാലം ഇവിടുത്തെ കാലം കഴിയാറായി എന്ന് എനിക്കറിയാം.
അങ്ങ് പോകുമ്പോൾ ഒരിക്കലും ഞാൻ അങ്ങേനെ ഏകനായി വിടുകയില്ല. അങ്ങ് എവിടെ പോകുന്നോ ഞാനും അങ്ങയുടെ കൂടെ ഉണ്ടായിരിക്കും. എന്ന് ഞാൻ അങ്ങയുടെ കൂടെ ചേർന്നു അന്ന് തൊട്ട് അങ്ങയുടെ ഒരു നിഴലായിട്ട് അങ്ങ് അറിയുന്നില്ലെങ്കിൽ കൂടി ഞാൻ കൂടെ ഉണ്ടായിരുന്നു. ഇനിയും അങ്ങനെ തന്നെയായിരിക്കും. ഞാൻ അങ്ങയുടെ കൂടെ ഉണ്ടായിരിക്കും. രാജാവിന് വളരെ സന്തോഷമായി. രാജാവ് ആ സന്തോഷത്തോടു കൂടി മരിച്ചുപോയി എന്നുള്ളതാണ് കഥ. കഥ അതിൻ്റെ വഴിക്ക് പോകട്ടെ. നമുക്കതിൻ്റെ റിയാലിറ്റിയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ 4 ഭാര്യമാരും നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിലുള്ളതാണ്. എൻ്റെയും ഇത് കേൾക്കുന്ന നിങ്ങളുടെയും എല്ലാവരുടെയും ജീവിതത്തിലുണ്ട്. രാജാവ് ആദ്യം സമീപിച്ച 4ാമത്തെ ഭാര്യ രാജാവ് തന്നെ പറയുന്നുണ്ട്, ഞാൻ ഏറ്റവും കൂടുതൽ സമയം സ്പെൻഡ് ചെയ്തത് എൻ്റെ 4ാമത്തെ ഭാര്യയ്ക്ക് വേണ്ടിയിട്ടാണ്. ഏറ്റവും കൂടുതൽ സമയം ചെലവഴിച്ച് 4ാമത്തെ ഭാര്യയ്ക്ക് വേണ്ടിയിട്ടാണ്. അതാരാ? വേറൊന്നുമല്ല, നമ്മുടെ ഫിസിക്കാണ്. അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ ബാഹ്യമായ സൗന്ദര്യവും അതാണ് നമ്മുടെ 4ാമത്തെ ഭാര്യ. 4ാമത്തെ ഭാര്യ പറയുന്നുണ്ട്, നീ മരിച്ചു കഴിയുന്നവരെ ഞാൻ നിന്റെ കൂടെ ഉണ്ടായിരിക്കും. അതിനുശേഷം എനിക്ക് നിന്നെ പിന്തുടരുക എന്നുള്ള അസാധ്യമാണ്. ഇന്ന് ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ ഞാൻ വളരെ ഗ്രേറ്റ് ആണ്. അല്ലെന്നുണ്ടെങ്കിൽ നമ്മളെല്ലാവരും വളരെ ഗ്രേറ്റ് ആണ്. നമ്മളെക്കുറിച്ച് പറയും അവരങ്ങനെയായിരുന്നു, അവൻ ഒത്തിരി നല്ല മനുഷ്യനായിരുന്നു, അല്ലെന്നുണ്ടെങ്കിൽ അവൻ അങ്ങനെ ഒരു ഉയർന്ന സ്ഥാനം വഹിച്ചിരുന്നതാണ് എന്നൊക്കെ പറയും. നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുന്നത് നമ്മുടെ പേഴ്സണൽ ഫിസിക്കിന് വേണ്ടിയിട്ടാണ്. നമ്മൾ സുന്ദരനായി നടക്കണം, മറ്റുള്ളവരുടെ മുമ്പിൽ പറയണം ഞാനായിരിക്കും ഏറ്റവും സുന്ദരൻ, ഞാനായിരിക്കും ഏറ്റവും സുന്ദരി എന്നൊക്കെ ആഗ്രഹിക്കാറുണ്ട്. പക്ഷേ മരിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരിക്കലും പറയത്തില്ല. അവർ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മൃതശരീരം മാത്രമാണ്, ഡെഡ് ബോഡി മാത്രമാണ്. അപ്പോൾ നമ്മൾ നമ്മുടെ പേഴ്സണൽ ലൈഫിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ ബാഹ്യമായ സൗന്ദര്യത്തിലേക്ക് നമ്മുടെ സമയം എത്ര സ്പെൻഡ് ചെയ്താലും അതിനുവേണ്ടി എത്ര ചിലവഴിച്ചാലും അതൊരു സ്ഥായിയായിട്ടുള്ളൊരു കാര്യമല്ല. അത് ജീവനാന്തരം നമ്മുടെ കൂടെ ഉണ്ടായിരിക്കത്തില്ല. നമുക്കറിയാം, ലോകത്തിലെ ഏറ്റവും വലിയ സുന്ദരി എന്ന് പറയുന്നത് മെർലിൻ മൺട്രോയാണ്. ആ മെർലിൻ മൺട്രോ സ്വയം ജീവത്യാഗം ചെയ്യുകയാണ് ചെയ്തത്, ആത്മഹത്യ ചെയ്യുകയാണ് ചെയ്തത്, സൂയിസൈഡ് ചെയ്യുകയാണ് ചെയ്തത്. അപ്പോൾ ഒരിക്കലും നമ്മുടെ ബാഹ്യമായ സൗന്ദര്യമല്ല നമ്മുടെ കൂടെ ഉള്ളത്. പിന്നെ മൂന്നാമത്തെ ഭാര്യ പറഞ്ഞു, ഞാൻ അങ്ങ് മരിച്ച് കഴിയുന്നവർ അങ്ങയുടെ കൂടെ ഉണ്ടായിരിക്കും, പക്ഷെ മരണശേഷം ഞാൻ വേറെ ആരെങ്കിലും ആയിത്തീരും. രാജാവ് ആലോചിക്കുന്നത്, ഞാൻ ഏറ്റവും കൂടുതൽ എൻ്റെ എല്ലാ കഷ്ടങ്ങളും അല്ലെങ്കിൽ എൻ്റെ എല്ലാ പരിശ്രമങ്ങളും നിനക്ക് വേണ്ടിയിട്ടായിരുന്നു. നമുക്കറിയാലേ, നമ്മൾ ഏറ്റവും കൂടുതൽ പരിശ്രമിക്കുന്നത് എങ്ങനെ നമുക്ക് നമ്മുടെ ബാങ്ക് അക്കൗണ്ട് വർദ്ധിപ്പിക്കാം, നമുക്ക് എങ്ങനെ നമ്മുടെ സേവിങ്സ് കൂട്ടാമെന്നുള്ള കാര്യത്തിലാണ്. വളരെ സമ്പാദിച്ചു വെച്ച് കഴിഞ്ഞാലും അതൊന്നും നമുക്ക് മരണശേഷം കൊണ്ടുപോകാൻ പറ്റത്തില്ലെന്ന് മാത്രമല്ല, അതെല്ലാം മറ്റൊരാളുടേതായി തീരും. മൂന്നാമത്തെ ഭാര്യ പറയുന്നുണ്ട്, നീ മരിക്കുന്നവരെ ഞാൻ നിൻ്റേതായിരിക്കും, അതിനുശേഷം മറ്റുള്ളവരേതാവും. മരിക്കുന്നവരെ പോലും നമ്മൾ സമ്പാദിച്ച പണം അല്ലെങ്കിൽ സമ്പത്തോ ഉപയോഗിക്കാൻ പറ്റുമോ എന്നുള്ള കാര്യത്തിൽ യാതൊരു ഉറപ്പുമില്ല, അല്ലേ? എൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് നമ്മുടെ അലക്സാണ്ടർ ചക്രവർത്തി. ലോകം മൊത്തം കീഴടക്കി, അല്ലേ? എല്ലാ രാജ്യങ്ങളും കീഴടക്കി രാജാവ് ചക്രവർത്തി തൻ്റെ ജൈത്രയാത്ര മുൻപോട്ട് പോവുകയാണ്. ചെറിയ പ്രായത്തിലാണ്. അങ്ങനെ ഓരോ രാജ്യങ്ങളും കീഴടക്കി അടുത്ത രാജ്യങ്ങളിലേക്ക് പോകുമ്പോൾ രാജ്യത്തിലെ രാജാവിൻ്റെ ഭൃത്യന്മാർ രാജാവിനോട് പറയുന്നുണ്ട്, പ്രഭു, അങ്ങയുടെ മാതാവിന് അങ്ങയെ കാണണം എന്നൊരാഗ്രഹമുണ്ട്. അപ്പോൾ രാജാവ് പറയും, ഈ രാജ്യം കൂടെ കീഴടക്കിയതിന് ശേഷം ഞാൻ പോയി എൻ്റെ മാതാവിനെ കാണാം. രാജാവിന് സമയമില്ല. രാജാവ് ലോകം വെട്ടിപ്പിടിക്കുന്ന തിരക്കിലാണ്. അങ്ങനെ ഓരോ രാജ്യവും കീഴടക്കി മുൻപോട്ട് പോകുമ്പോഴും ഭൃത്യന്മാർ പറയും, അങ്ങയുടെ മാതാവിന് അങ്ങയെ കാണണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പോഴും രാജാവ് പറയും, ഇതുകൂടി കഴിഞ്ഞ് അടുത്ത രാജ്യം വെട്ടിപ്പിടിക്കുന്നതിലേക്ക് അല്ലെങ്കിൽ അടുത്ത രാജ്യത്തേക്ക് പ്രവേശിക്കുന്നതിനേക്ക് ഞാൻ എൻ്റെ മാതാവിനെ കാണാം. പക്ഷെ നിർഭാഗ്യവശാല് രാജാവിൻ്റെ ചെറുപ്രായത്തിൽ രാജാവിന് കഠിനമായ രോഗം വന്നു. നമ്മുടെ ചരിത്രം നോക്കിയാൽ കാണാം, രാജാവ് 33 വയസ്സ് വരെ ജീവിച്ചിരുന്നുള്ളൂ എന്നാണ് പറയുന്നത്. ചക്രവർത്തി രാജാവ് മരണക്കിടക്കയിലായി. രത്നങ്ങളും പവിഴങ്ങളും ഒക്കെ കൊണ്ട് അലങ്കരിച്ച വളരെ മനോഹരമായ കട്ടിലിൽ രാജാവ് കിടക്കുകയാണ്. ചുറ്റും ഡോക്ടേഴ്സ് ഉണ്ട്, പരിചാരകരുണ്ട്, എല്ലാവരും ഉണ്ട്. അപ്പോൾ അവർ പറയാണ്, പ്രഭു, അങ്ങയുടെ ജീവിതം അധികാലം ഉണ്ടാവത്തില്ല, അങ്ങേക്ക് എന്തെങ്കിലും ആഗ്രഹങ്ങൾ. അപ്പോൾ രാജാവ് സങ്കടത്തോടുകൂടി പറയുന്നൊരു കാര്യമുണ്ട്, എനിക്കെൻ്റെ അമ്മയെ കാണണം, എനിക്കെൻ്റെ മാതാവിനെ കാണണമെന്ന് രാജാവ് പറയുമ്പോൾ ആ ഡോക്ടേഴ്സ് പറയുന്നത്, അങ്ങയുടെ ആരോഗ്യസ്ഥിതി അതിന് അനുവദിക്കത്തില്ല. അങ്ങയെ അവിടെ വരെ പോയി അങ്ങയുടെ മാതാവിനെ കാണുന്നതിന് അങ്ങയുടെ ആരോഗ്യസ്ഥിതി അങ്ങേ അനുവദിക്കുന്നില്ല. ലോകം മൊത്തം കീഴടക്കിയവരാണ്. വളരെ ചെറിയൊരു ആഗ്രഹം ചോദിച്ചിട്ട് കയ്യിലുള്ള സമ്പാദ്യം ഒന്നും അതിന് ഉതകുന്നില്ല, അല്ലെങ്കിൽ അതിനെ ഹെൽപ്പ് ചെയ്യുന്നില്ല. അതിനുശേഷം രാജാവ് പറഞ്ഞ ഒരു വാക്കുകൾ ലോക പ്രശസ്തമാണ്. എന്തോ രാജാവ് പറഞ്ഞത്, ഞാൻ മരിച്ചെന്നെ പൊതുദർശനത്തിന് ജനങ്ങളുടെ ഇടയിലേക്ക് തെരുവീഥികളിലൂടെ കൊണ്ടുപോകുമ്പോൾ എന്നെ കിടത്തിയിരിക്കുന്ന എൻ്റെ ശവമഞ്ചത്തിൽ നിന്ന്, അല്ലെന്നുണ്ടെങ്കിൽ ആ പെട്ടിയിൽ നിന്ന് എൻ്റെ 2 കൈകളും പുറത്തേക്കിടണം. എൻ്റെ 2 കൈകളും പുറത്തേക്കിടണം. എന്തിനു വേണ്ടിയിട്ടാണ്? ഈ രാജ്യത്തെ ഈ പ്രജകൾ കാണണം, ഈ ലോകം മൊത്തം വെട്ടിപ്പിടിച്ച് ഞാൻ, ഈ കീഴടക്കിയ ഞാൻ, ഇത് മൊത്തം സമ്പാദിച്ച് ഞാൻ
ഇവിടെ നിന്ന് പോകുമ്പോൾ ശൂന്യമായ കൈകൾ കൊണ്ടാണ്, യാതൊന്നും ഇല്ലാത്ത വെറും കൈകൾ കൊണ്ടാണ് പോകുന്നതെന്ന് ലോകം കാണണം. അതിനു വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മളിവിടെ കിടന്ന് എത്രയൊക്കെ കഷ്ടപ്പെട്ടാലും, മറ്റുള്ളവരെ വേദനിപ്പിച്ചും ചതിച്ചും വഞ്ചിച്ചൊക്കെ നമ്മൾ എത്രയൊക്കെ സമ്പാദിച്ചു കഴിഞ്ഞാലും അതൊന്നും പെർമനൻ്റ്ലി നമ്മുടെ ആവുന്നില്ല. അതൊക്കെ ഇന്ന് അല്ലെങ്കിൽ എൻ്റെ മരണശേഷം അത് വേറൊരാൾക്കുള്ളതാണ്. പിന്നെയുള്ളത്, രാജാവിൻ്റെ പ്രതീക്ഷ ആരായിരുന്നു? രണ്ടാമത്തെ ഭാര്യ കൂടെ വരുന്നായിരുന്നു. രണ്ടാമത്തെ ഭാര്യയ്ക്ക് വേണ്ടിയിട്ട് രാജാവ് പറയുന്നുണ്ട്, മറ്റുള്ളവരുമായിട്ട് ഞാൻ ഏറ്റവും കൂടുതൽ വഴക്കിട്ടുള്ളത് എൻ്റെ രണ്ടാമത്തെ ഭാര്യയ്ക്ക് വേണ്ടിയിട്ടാണ്. അവൾ പറയുന്നതെല്ലാം എനിക്ക് ശരിയായിരുന്നു. അല്ലേ? നമ്മുടെ കൂടെ ഉണ്ട് നമ്മുടെ രണ്ടാമത്തെ ഭാര്യമാര്. ആരാ? നമ്മുടെ മക്കള്, അല്ലെങ്കിൽ നമുക്ക് അത്രയും വേണ്ടപ്പെട്ടവര്. അവരുടെ കാഴ്ചപ്പാടി കാണുന്ന ശരിയല്ല നമുക്കും ശരികളാണ്. അതിനു വേണ്ടി നമ്മൾ മറ്റുള്ളവരോട് പലപ്പോഴും വഴക്കിടാറുണ്ട്. അല്ലേ? എൻ്റെ മകൻ അല്ലെ എൻ്റെ മകള് എന്ത് ചെയ്യുന്നോ അത് ശരിയാണ്. അപ്പോൾ രാജാവിൻ്റെ പ്രതീക്ഷ എന്തായിരുന്നു എന്ന് വെച്ചാൽ, നമ്മുടെയൊക്കെ പ്രതീക്ഷ ഇവരെന്നും എല്ലായ്പ്പോഴും നമ്മുടെ കൂടെ ഉണ്ടെന്നുള്ളതാണ്. അല്ലേ? എനിക്ക് തോന്നുന്നു ഈ ആധുനിക കാലത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ ചിന്തിക്കേണ്ട ഒരു കാര്യം അത് തന്നെയാണ്. നമ്മൾ ഇത്രയും മറ്റുള്ളവരെ വേദനിപ്പിച്ച് നമ്മൾ വളർത്തിക്കൊണ്ട് വരുന്നുണ്ടെങ്കിൽ മക്കളെ, ഇവരെന്നും നമ്മുടെ കൂടെ ഉണ്ടായിരിക്കുന്ന ഒരു ഉറപ്പുമില്ല. അല്ലേ? ഇതൊക്കെ കഴിഞ്ഞ് രാജാവ് ഏറ്റവും ഉപേക്ഷിച്ചൊരു പ്രതീക്ഷയില്ലാതെ നോക്കുന്ന രാജാവിൻ്റെ ആദ്യ ഭാര്യയിലേക്കാണ്. രാജാവ് നോക്കാൻ കൂടി അശക്തനാണ്, രാജാവിന് കഴിയുന്നില്ല. അപ്പൊ ആദ്യ ഭാര്യ ഇങ്ങോട്ട് വന്ന് രാജാവിനോട് പറയാണ്, എനിക്ക് ഓർമ്മയുള്ള അന്ന് മുതൽ ഞാൻ നിന്റെ കൂടെ ഉണ്ടായിരുന്നു. നിന്റെ സുഖത്തിലും നിന്റെ ദുഃഖത്തിലൊക്കെ നീ അറിയാതെ ഞാൻ നിന്നെ പിന്തുടരുന്നുണ്ടായിരുന്നു. മാത്രമല്ല ആജീവനാകാന്തകാലം ഞാൻ നിന്നെ പിന്തുടരുകയും ചെയ്യും. അതാരാ? ഈ നാലാമത്തെ ഭാര്യ. ഇവരൊക്കെ നമ്മുടെ കൂടെ ഉണ്ട്. ആദ്യത്തെ ഭാര്യ ആരാ? അതെല്ലാം നമ്മുടെ കൂടെ ഉണ്ട്. വേറൊന്നുമല്ല, നാം ചെയ്യുന്ന പ്രവൃത്തികളാ. അല്ലേ? ഒരു വ്യക്തിയെ മരണത്തിന് ശേഷവും ജീവിക്കുന്നുണ്ടെങ്കിൽ, നമ്മുടെ ഹൃദയങ്ങളിൽ ജീവിക്കുന്നുണ്ടെങ്കിൽ, ആ വ്യക്തിയുടെ പ്രവൃത്തികൾ കൊണ്ട് മാത്രമാണ്. ഇത് നല്ല പ്രവൃത്തിയാവാം, ചീത്ത പ്രവൃത്തിയാവാം. അല്ലേ? നമുക്കറിയാം, ഹിറ്റ്ലർ ലോകം പറയുന്ന പോലെ അലക്സാണ്ടർ ചക്രവർത്തിയെ പോലെ തന്നെ അനേകം രാജ്യങ്ങളിൽ കീഴടക്കി ലക്ഷക്കണക്കിന് ആളുകളെ കൊന്ന് സ്വേച്ഛാധിപതിയായി ജീവിച്ചിരുന്ന ഹിറ്റ്ലറിന്റെ അവസാനം എന്തുവായിരുന്നു? അദ്ദേഹവും ആത്മഹത്യ ചെയ്തത്. നമ്മൾ വളരെ സന്തോഷത്തോടെയും നമ്മൾ വളരെ പുഞ്ചിരിയോടും ബഹുമാനത്തോടും കൂടി ഓർക്കുന്ന മദർ തെരേസ ഇന്നും നമ്മുടെ ഉള്ളിൽ ജീവിച്ചിരിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ്? മദർ തെരേസ ചെയ്ത പ്രവൃത്തികൾ കൊണ്ടാണ്. ഡോക്ടർ APJ അബ്ദുൽ കലാം, അങ്ങനെ പറയുവാണെങ്കിൽ കുറേ പേരുണ്ട്. അതെന്തുകൊണ്ടാണ് ഇന്നും അവർ നമ്മുടെ കൂടെ ജീവിച്ചിരിക്കുന്നത്? അവർ ചെയ്ത പ്രവൃത്തികളാണ്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ബാക്കി ഒന്നിനും സ്ഥാനം കൊടുക്കണ്ട എന്നല്ല പറയുന്നത്. നമ്മൾ നമ്മുടെ കെയർ ചെയ്യാനുള്ള സ്ഥാനം കൊടുക്കണം, നമ്മുടെ പിള്ളേർക്ക് നമ്മൾ സ്ഥാനം കൊടുക്കണം. നമ്മൾ അതേപോലെ വന്നിട്ട് നമുക്കൊരു സാമ്പത്തികമായിട്ട് നമ്മൾ ശ്രമിക്കണം. പക്ഷെ ഇതായിരിക്കരുത് നമ്മുടെ ആത്യന്തികമായ ലക്ഷ്യം. നമ്മുടെ പ്രൈമറി എയിം അതായിരിക്കരുത്. നമുക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ എപ്പോഴും വിശ്വസിക്കുന്ന ഒരു കാര്യമുണ്ട്, എന്നെക്കുറിച്ച് മറ്റുള്ള ഒരാൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ദൈവം എനിക്ക് അനുഗ്രഹങ്ങൾ തരും. എന്നെക്കുറിച്ച് വേറെ ആൾ പ്രാർത്ഥിക്കണം എന്നുണ്ടെങ്കിൽ, നല്ലത് ചിന്തിക്കണം എന്നുണ്ടെങ്കിൽ, ഞാൻ അവർക്ക് നന്മ ചെയ്തിട്ടുണ്ടായിരിക്കണം. നമ്മുടെ ചെറിയ ജീവിതമാണ്, നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല, പ്രതീക്ഷിക്കാൻ പറ്റത്തില്ല. എത്ര നാളുണ്ട്, എത്ര സമയം ഇനിയുണ്ട്, എത്ര മിനിറ്റുകൾ നമ്മുടെ മുമ്പിലുണ്ട്, എത്ര സെക്കൻഡ്സ് നമ്മുടെ മുമ്പിലുണ്ട്. ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഞാനോ, എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളോ, ഏത് സമയം വേണമെങ്കിലും ഈ ഭൂമിയിൽ നിന്ന് കടന്നു പോകാം. കടന്നു പോകുമ്പോഴും നമ്മൾ സന്തോഷത്തോടെ ഇരിക്കണം. നമ്മളെക്കുറിച്ച് ഓർക്കുമ്പോൾ മറ്റുള്ളവർക്ക് സന്തോഷം ഉണ്ടായിരിക്കണം. പിന്നെ നമുക്ക് പറ്റുന്ന ഉപകാരങ്ങൾ, പറ്റുന്ന ഹെൽപ്പുകൾ, നമ്മുടെ പാത നിർമ്മലമായിരിക്കണം എന്ന് പറയും. അല്ലേ? നമ്മൾ വന്ന പാത, നമ്മൾ സഞ്ചരിക്കുന്ന പാത, നമ്മൾ പാത നിർമ്മലമായിരിക്കണം എന്ന് പറയുന്നത് വേറൊന്നുമില്ല, നമ്മുടെ പ്രവൃത്തികൾ നിർമ്മലമായിരിക്കണം എന്നാണ്. സോ നമുക്ക് ഒത്തിരി അവസരങ്ങളുണ്ട് നമ്മുടെ മുൻപിൽ. നമ്മുടെ ഒരു സഹായത്തിന് അർഹരായവർ ഒത്തിരി പേരുണ്ട്. നമുക്ക് ഹെൽപ്പ് ചെയ്യാൻ അർഹതപ്പെട്ടവർ ഒത്തിരി പേരുണ്ട്. സോ നമ്മുടെ ജീവിതം, നമ്മുടെ സ്വന്തം കാര്യങ്ങൾ കൂടുന്നതിൻ്റെ ഇടയ്ക്ക് അതിനു വേണ്ടി കൂടി കുറച്ച് സമയങ്ങൾ നീക്കി വയ്ക്കണം. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു. വീണ്ടും കാണാം. ബൈ.